ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ദീപാവലി സ്പെഷ്യലായിട്ട് ഗുലാം ജാമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രെഡ് വെച്ചാണ് നമ്മളിവിടെ ഗുലാം ജാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്വാദ് കുറയാത്ത രീതിയിലാണ് ഗുലാം ജാം ബ്രെഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഗുലാം ജാം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു 3/4 ഭാഗം ബ്രെഡ് മാത്രമേ നമ്മൾ ഗുലാം ജാമിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ ആ ഡാർക്ക് ബ്രൗൺ ആയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. 4 വശത്തൊന്നും കട്ട് ചെയ്ത് കളയാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഡാർക്ക് ബ്രൗൺ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രം കട്ട് ചെയ്താൽ മതി. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് കളയാതെ തന്നെ നമുക്ക് ഗുലാം ജാം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്തതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പാല് ചേർക്കണ്ട. നമുക്ക് ബോൾസ് റെഡിയാക്കാൻ പറ്റിയ രീതിയിൽ, പിടിക്കാൻ പറ്റിയ രീതിയിൽ മാത്രം നനച്ചാൽ മതി. ചപ്പാത്തിയുടെ പരുവത്തിൽ നനയ്ക്കരുത്, മറിച്ച് പുട്ടിൻ്റെ പരുവത്തിലായിരിക്കണം നനച്ചെടുക്കേണ്ടത്. അതിനേക്കാൾ ഒരു അല്പം കൂടി നനവായിക്കോട്ടെ. നമ്മളിപ്പോൾ ഇതേപോലെ നമുക്ക് ഇതുകൊണ്ട് ബോൾസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗുലാം ജാമിനുള്ള ബ്രെഡിൻ്റെ ബോൾസ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഉൾവശമൊക്കെ ഒന്ന് വേവാതെ വരും, പുറം വശം കരിഞ്ഞു പോവും. അപ്പോൾ ഒത്തിരി അങ്ങ് ഒത്തിരി അങ്ങ് ഡാർക്ക് കളറാക്കി എടുക്കേണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ നമുക്കിത് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ ബോൾസൊക്കെ ഒന്ന് അനക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഈ പാനിന് മുട്ടിയിരിക്കുന്ന ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മളെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണിന് താഴെ കണ്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി തന്നെ ഇടണമെന്നില്ല, ഏലക്ക ഇട്ടാലും മതി. ഒന്ന് ഏലക്ക ചതച്ചിട്ട് ഏലക്ക ഇട്ട് കൊടുത്താലും മതി.
വെള്ളം തിളച്ച് കഴിഞ്ഞ് ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബോൾസിലൊക്കെ ശരിക്കും പഞ്ചസാര പാനിയൊക്കെ കയറി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ സോഫ്റ്റായ രീതിയിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഗുലാം ജാം തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ദീപാവലിയുടെ സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഗുലാം ജാം ഇവിടെ റെഡിയായി. ചൂടാറിയതിന് ശേഷം നമുക്കിനിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.